Hello my dears, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി തംബ്നെയിലും ക്യാപ്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് പോലെ എടുക്കാം. അതിൽ നിങ്ങളെയും കൂടി കാണിച്ചു തരാം എന്താണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നുള്ളത്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇപ്പോൾ രാവിലെ 8:30 അതിരാവിലെ ഒന്നല്ല, എന്നാലും 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ജിജുവേട്ടനും എഴുന്നേറ്റു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ്. ഒന്നാമത് സാറ്റർഡേ ആണ്, രണ്ടാമത്തത് ഇന്നലെ ലേറ്റായി കുറച്ച് ഉറങ്ങാൻ. പിന്നെ മോളിപ്പോൾ എഴുന്നേറ്റില്ല ശരിക്കും. അവൾ വന്ന് എൻ്റെ മടി കിടപ്പുണ്ട്. അവളെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് പോകണം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. കുറച്ച് പൂജ ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്, സ്വീറ്റ്സ് മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയോടുകൂടി ഒരു സ്ഥലം വരെ പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് എടുക്കാൻ മറന്നു പോകും. ചിലപ്പം സന്തോഷം കൊണ്ട് മറന്നു പോകും, ചിലപ്പം ആൾക്കാരുടെ ഇടയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചമ്മൽ കാരണം മറന്നൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇന്ന് എന്തായാലും പറ്റുന്നത്ര വീഡിയോസ് എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണാൻ എൻ്റെ വീട്ടുകാരും വെയിറ്റിംഗ് ആണ്, ജിജുവേട്ടൻ്റെ വീട്ടുകാരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര. ഏട്ടാ ബ്രേക്ക്ഫാസ്റ്റ്. ഓ അവനെ പാത്തവൻ മനസ്സിലായോ? ഏട്ടാ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം പുറകെ നടന്നെങ്കിൽ എനിക്ക് മനസ്സിലായി ഇവരൊരു സൊല്യൂഷൻ തരാൻ പോകുന്നില്ലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വീട്ടിൽ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു 5-6 ദോശ ചൂടാൻ മാത്രമുള്ള ദോശമാവുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് മഷ്റൂമിൻ്റെ കറി എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാം. എന്നാൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്, ഹാളിലാണ്. പൊതുവേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹാളിൽ കിടക്കാറുണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു റൂമിൽ പ്രാവ് വന്നിട്ട് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റൂം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ 2 റൂമും എല്ലാം നമുക്കുണ്ടായിരുന്ന 2 റൂമും ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് ദിവസവും കൂടി ഡെറ്റോളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഹാളിൽ ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി കുക്കിങ്ങിന് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ജിജുവേട്ടൻ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാം, പിന്നെ മഷ്റൂമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം, അത് കഴിഞ്ഞിട്ട് ദോശ ചുട്ടാൽ മതിയല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ജിജുവേട്ടൻ അവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു മസാലക്കറി ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആൾ കറി വെക്കാനൊക്കെ തുടങ്ങി. പിന്നെ അപ്പോഴേക്കും ഞാൻ മഷ്റൂമൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കറി വെച്ചു. കുറച്ച് ദോശ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഇനിയിപ്പോൾ അത് പുറത്തുനിന്ന് ആക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഉച്ച ആകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വരും. നമ്മൾ ഉച്ചയ്ക്കല്ല, മിക്കവാറും വൈകുന്നേരമൊക്കെ ആവും ഫുഡ് കഴിക്കാൻ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. ബിക്കോസ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. നമുക്ക് കുറച്ച് പൂജ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം, അതല്ലാതെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒറ്റയടിക്ക് അതെല്ലാം മേടിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് കുളിച്ചിട്ട് വീട്ടിൽ നിന്ന് പോയേക്കാം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല, അവർ 2 പേരും കുളിച്ചു റെഡി ആയിട്ടുണ്ട്. എന്തായാലും കടയിലെത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പഴവും പിന്നെ അതേപോലെ തന്നെ കുറച്ച് തേങ്ങ, വെറ്റില, അടക്ക, കുങ്കുമം ഇതെല്ലാം വേണം. അപ്പോൾ അതെല്ലാം മേടിച്ചു. അവിടെ നിന്ന് തന്നെ ആ ഒരു കടയിൽ നിന്ന് തന്നെ എല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് മേടിക്കാനായിട്ട് തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്, അവിടെ പോയേ. അങ്ങനെ അവിടുന്ന് ലഡു മേടിക്കാമെന്നുള്ള പ്ലാനിൽ തന്നെ പോയത്. അപ്പോൾ ലഡു മേടിച്ചു. അന്നേരം ഉണ്ട് ഒരുത്തി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവൾക്ക് എന്ത് സ്വീറ്റ് കൊടുത്താലും ഇഷ്ടപ്പെടില്ല. പക്ഷേ ദൂത് പേടയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഒരു പീസ് മാത്രം വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. എന്നിട്ട് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി. പിന്നെ മോളെ റെഡിയാക്കി ഞങ്ങൾ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ജിജുവേട്ടനൊന്ന് ATM-ൽ കയറണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഒന്ന് സൈഡ് നിർത്തി. എന്നിട്ട് ജിജുവേട്ടൻ ATM-ലേക്ക് പോയി. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്
വീട്ടിലേക്കാണ്, രശ്മിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്, ഉച്ച സമയത്ത് രാത്രി ആകുമ്പോഴേക്കും മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ രശ്മിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് കുക്കുവിൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. കുക്കുവിൻ്റെ ബർത്ത്ഡേ വീഡിയോസിലുണ്ടായിരുന്നു ഇവർ, ആദ്യം പിന്നെ കേശും. കുക്കു ഓൾറെഡി ഒരു തവണ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് കേട്ടോ ഇത്. അതായത് കുഞ്ഞിൻ്റെ മോളുടെ ത്രൂ പരിചയപ്പെട്ടാണ് ആദിലക്ഷ്മീനെ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആയതാണ്. ആദിയും പിന്നെ ആദി ത്രൂ പരിചയപ്പെട്ടാണ് ആദിയുടെ അമ്മ. പിന്നെ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സായി. ഇപ്പം എന്താ 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു. ഇപ്പം ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലല്ലെങ്കിലും നമ്മൾ ഓൾറെഡി ഫാമിലി ഫ്രണ്ട്സ് ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ആവശ്യം വന്നപ്പോഴും അവർ തന്നെയായിരുന്നു നമ്മുടെ കൂടെ സപ്പോർട്ടിനുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോയിട്ട് മോളെ പിക്ക് ചെയ്തു, അതേപോലെ ആദ്യം അച്ഛനും കൊണ്ട് കൂടെ. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഹാപ്പി ന്യൂസ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെയും കാരണം അതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിലായിരുന്നു. ഇതിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ ഞാനല്ല, പക്ഷേ എന്നാലും കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. എടുത്തിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറകെയാണ് കേട്ടോ ഇപ്പോൾ 2-3 ദിവസമായിട്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഫൈനലി 5th ഒക്ടോബറിനാണ് ഡെലിവറി കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് അന്ന് ഡെലിവറി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നേ കുറച്ച് ദിവസങ്ങളായിട്ട്. അതുകൊണ്ടായിരുന്നു വീഡിയോ എടുത്തത് എനിക്ക് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റായിരുന്നേ. ആ ഒരു ടെൻഷൻസിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേന് അവിടെ ഡെലിവറി സ്കെഡ്യൂൾ ഇതുണ്ടല്ലോ ബോർഡ്, അവിടെ മോള് അച്ഛൻ്റെ പേര് കണ്ടപ്പോഴത്തേന് ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അധികമൊന്നും ഇല്ല, കുറച്ച് നേരം മാത്രം. ആ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തു. ആ സമയത്ത് അവർ ചായയൊക്കെ തന്നു. അപ്പോഴേക്കും നമ്മൾ കട്ട പോസ്റ്റായിട്ട് ഞാനും കുഞ്ഞുങ്ങളും മാത്രം അവിടെ ഇരിപ്പുണ്ട്. ജിജുവേട്ടനും പിന്നെ ആദ്യ അച്ഛനും ഇവർ രണ്ടുപേരും പുറത്ത് പോയിട്ട് വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കയ്യിലേക്ക് കിട്ടി നമ്മുടെ വണ്ടി. അപ്പോൾ ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിമൽ ഷോറൂമിലാണ് കേട്ടോ, എലങ്കലുള്ള ബിമൽ ഷോറൂമിൽ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്, മാരുതി എക്സ്പ്രസ്സോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വാങ്ങിച്ചൊരു വണ്ടിയാണ്. നമുക്ക് ഈ കളർ ചൂസ് ചെയ്തത് ഞങ്ങൾ തന്നെയായിരുന്നു, പക്ഷെ വണ്ടി ചൂസ് ചെയ്തത് മോളായിരുന്നു. മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വണ്ടി തന്നെ വേണമെന്നുള്ളത്. പിന്നെ നമുക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, ഒരുപാട് കടമൊന്നും ഉണ്ടാക്കാതെ, ഒരുപാട് ലോൺ എമൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ലൊരു കുഞ്ഞു വണ്ടി വേണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫാമിലിയും ചെറുതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് കടങ്ങളൊന്നും വാങ്ങിക്കാത്ത രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ഇത് എന്താ പറയുക, നമ്മുടെ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ നോക്കിയിട്ട് ബെറ്റർ എന്ന് തോന്നിയ ഒരു വണ്ടി ബുക്ക് ചെയ്തു. അത് നമുക്ക് കയ്യിൽ കിട്ടാൻ വലിയ താമസം ഇല്ലെങ്കിലും പറഞ്ഞ ഡേറ്റിനെക്കാട്ടിലും കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കിത് ഡെലിവറി ശരിക്കും ഒക്ടോബർ 2 കിട്ടേണ്ടിയായിരുന്നു. പക്ഷേ സാരമില്ല, അത് കുറച്ചാണെങ്കിലും കുറച്ച് ഒരു 4-5 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. 3 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. എന്നാലും സാരമില്ല. അപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് പൂജ ചെയ്തിട്ട് എടുക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനൊക്കെ. ശരിക്കും ജിജോയേട്ടനാവട്ടെ എനിക്കാവട്ടെ വലിയ അറിവൊന്നുമില്ല ചെയ്യാനായിട്ടും. ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ അറിവൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ പൂജ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യും, പക്ഷേ ഇതൊന്നും എനിക്ക് അറിയത്തേയില്ലായിരുന്നു. ആൾ പിന്നെ ഓൾറെഡി വണ്ടി എടുത്ത് കഴിഞ്ഞ വർഷം ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ചെയ്തത് കൊണ്ട് പുള്ളിക്ക് അറിയാമായിരുന്നു എല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാത്തിനും മുന്നിട്ട് നിന്നത് ആളായിരുന്നു കേട്ടോ. പുള്ളി പറഞ്ഞു തരും, നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ പകുതിയല്ല 90% പുള്ളി തന്നെയാണ് എല്ലാം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ച് നാരങ്ങ ഉടച്ചു. പിന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തു. അപ്പോഴേക്കും സമയം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ വണ്ടിയൊക്കെ കിട്ടി അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പം 4 മണിയൊക്കെ അടുക്കാറായിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇവിടുന്ന് പോയ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല, കുട്ടികളും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് നമ്മൾ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചു, മോളുടെ പേരിലുള്ള സ്റ്റിക്കർ, അതേപോലെ L സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. പിന്നെ നമ്മളവിടെ ഇവിടെ സാക്കർ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്
ഒരു അമ്പലമുണ്ട്, ഗണപതി ടെമ്പിൾ ഉണ്ട്. അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു ആദ്യം. കാരണം അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നില്ല, 5 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ബ്രാഹ്മിൻസ് തട്ട് ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ദോശയും ബിസിബേളെ ബാത്തും ഇഡ്ഡലിയൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വല്ലാതെ വൈകിപ്പോയത് കൊണ്ട് തന്നെ കഴിക്കാനൊരു മൂടില്ല, പക്ഷെ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കഴിച്ചു. പിന്നെ 5 മണിയാകുമ്പോൾ തന്നെ അമ്പലം ഓപ്പണായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുവൊക്കെ ചെയ്തു കേട്ടോ. നല്ലൊരു അമ്പലമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ പോകുന്നത്. നമ്മളവിടെ ആദ്യം വണ്ടിക്ക് പൂജ ചെയ്യണമെന്നിട്ട് റെസിപ്റ്റ് ഒക്കെ എഴുതിപ്പിക്കണം കേട്ടോ. അതൊക്കെ ചെയ്തു. പിന്നെ എല്ലായിടത്തും ഒന്ന് തൊഴുവൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടിയുടെ പൂജ ചെയ്യാൻ തുടങ്ങിയത്. ജിജോട്ടൻ തേങ്ങ ഉടയ്ക്കുന്ന സീൻ ഒരു വൻ കോമഡി ആയിരുന്നു കേട്ടോ. കാരണം പേടിച്ചാണ് തേങ്ങ ഉടച്ചത്. അത് ഞാൻ വീഡിയോ എടുക്കാനും വിട്ടുപോയി. അങ്ങനെ നമ്മൾ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നാരങ്ങയൊക്കെ ഉടച്ച് എല്ലാം നല്ല നീറ്റായിട്ട് കഴിഞ്ഞു. അമ്പലത്തിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് രമേശും മോളും ഒക്കെ പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും കാവ്യയും ബിനോയും വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നല്ല മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മഴയൊന്ന് ഇത്തിരി കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഓൺലൈൻ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ പോലും മഴ ആയതുകൊണ്ട് ആരും ഡെലിവറിക്ക് വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മഴ കുറയുമ്പോൾ നമുക്ക് എൻഷെഫ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചൊന്ന് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴത്തേനും നമ്മളിവിടെ വന്ന് എന്തെല്ലാം കഴിച്ചു തിരിച്ച് വീട്ടിൽ പോയി. ഒരു 10-11 മണിയൊക്കെ 11:30 ആയിട്ടുണ്ടാവും കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ. അത് കഴിഞ്ഞ് കാവ്യയും ബിനോയും അവർ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോഴേക്കും സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 12 മണി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ എടുക്കുന്നത്. ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഒരു ഗുഡ് ന്യൂസ് അതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ് പറയാനുണ്ട്. മറ്റാരോടും അല്ല, നിങ്ങൾ വീഡിയോയിൽ മുഴുവനും കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വണ്ടി വാങ്ങിക്കണം എന്ന് പ്ലാൻ ചെയ്ത സമയത്ത് ജസ്റ്റ് ഇങ്ങനെ വണ്ടി വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്, ഏത് വണ്ടിയാണ് നോക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കൂടെ അന്ന് തൊട്ട് ഇപ്പോൾ ഈ വണ്ടി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നതും വരെ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് രശ്മിയും രശ്മിയുടെ ഹസ്ബൻഡ് രമേശും ആണ് കേട്ടോ. അപ്പോൾ ഇവരോട് എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു വണ്ടീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളെങ്ങനെ പോയി അന്വേഷിക്കണം, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ആകെപ്പാടെ ഓക്കെ മേടിക്കണം വാങ്ങിക്കണം അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് അവിടെ പോകാം ഇവിടെ പോകാനായിട്ട് കുറേ സ്ഥലത്ത് കൊണ്ടുപോയി. ആളുടെ പല സമയത്തും ആളുടെ ജോലിയൊക്കെ നിർത്തിവെച്ചിട്ടാണ് ഞങ്ങളോട് വന്നിട്ടുള്ളതും. ഇപ്പം ഈ വണ്ടി എടുക്കാൻ ഇന്ന് വരുമ്പോൾ പോലും ഉണ്ടായിരുന്ന ജോലി കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളോട് വന്നേക്കുന്നത്. അപ്പം എനിക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരോട് എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോയിലൂടെ തന്നെ താങ്ക്സ് പറയാമെന്ന് വിചാരിച്ച്. പിന്നെന്താ എനിക്ക് അത് പറയണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ നിന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരോടും രശ്മി രമേശ് നിങ്ങൾ രണ്ടുപേരും വീഡിയോ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരോടും താങ്ക് യു സോ മച്ച് കേട്ടോ, ഇതുവരെയും കട്ട് സപ്പോർട്ടായിട്ട് നിന്നതിന്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ.